ഒരു ബിക്കിനിയുടെ കേസ് തീർന്നിട്ടില്ല. ഇനി അടുത്ത ബിക്കിനി ആയിട്ട് വന്നേക്കും. മുന്തിരി തീർന്നിട്ടില്ല. ഒരു കൊലയും കൂടെ നോക്കി കിടക്കണം മുന്തിരി. അല്ലെങ്കിൽ സംവിധായകനോട് പറയണം എങ്ങനെ മുന്തിരി തിന്നുവാണോ കടിക്കുവാണോ വിഴുങ്ങുവാണോ എറിയുവാണോ സംവിധായകനോട് ചോദിക്കണം. ആഹാ, പെട്ടെന്ന് പഴയ മെമ്മറീസിലോട്ടൊക്കെ രേണുസുതി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, പഴയ കാര്യത്തിലോട്ട്. ആ ഡയറക്ടറിന്റെ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി ചോദിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ അവനും ഫ്രോഡാണ് ഇവളും ഫ്രോഡാണ്, അത് വേറെ കാര്യം. ഞാനത് എവിടെയും പറയുന്ന ഒരു കാര്യങ്ങൾ തന്നെ. പിന്നെ അതൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തത്തേ ഉള്ളൂ. കാരണം ഞാൻ എന്തോ പറയാൻ, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പിന്നെ ഒരു കമന്റ് വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് ചാനൽ സബ് ചെയ്തേക്കുക. ഹൈപ്പ് എല്ലാവരും ഒന്ന് ഹൈപ്പ് കൊടുത്തേക്കുക. കമന്റ് ബോക്സിൽ കമന്റ് ഇടുക. മെയിനായിട്ട് ലൈക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നവർ, ഇവിടെ വെറുക്കുന്നവർ മാത്രം ഇട്ടാൽ മതി, അല്ലാത്തവർ ഇടണ്ട കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം, ഇവിടെ വെറുക്കുന്നവർ മാത്രം ലൈക്ക് ചെയ്യുക. ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൊടുക്കുക. ഒരു കമന്റ് ആണേ, വെറുതെ പാർട്ടി ഒന്നും ഇതിൽ പിടിച്ചിടരുത്. ഈ പോകുന്നതിന് പാർട്ടി എന്ത് പിഴച്ചു എന്നുള്ള രീതിയിൽ ഞാൻ ഈ പാർട്ടിയുടെ കാര്യം പറഞ്ഞ എന്താണ്, ഈ കള്ളക്കടത്ത് ബന്ധത്തിൽ വരുമ്പോൾ ഞാൻ പലവരുടെയും വീഡിയോ കണ്ടിട്ടുണ്ട്. അതിനകത്ത് കസ്റ്റംസും ഇവരെല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ടുള്ള പരിപാടിയാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ ആൾക്കാർ ഇവിടെ നിന്ന് നോക്കിയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തരും ഇങ്ങനെ പറയുമ്പോൾ ഈ ഒരു കാര്യമായിട്ട് കേസുമായിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ച് കഴിയുമ്പോൾ രേണു ഈ കേസിൽ നിരപരാധിയാണെങ്കിൽ ഇവരെ വിട്ടുപോകത്തുള്ളൂ. അത് വേറെ കാര്യം. ഓക്കെ, അതെന്തെങ്കിലും ആട്ടെ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും കേസും കാര്യങ്ങളായിട്ടൊക്കെ ഉടനെ പോകുന്നതായിരിക്കും. അപ്പം ഈ പറയുന്ന ആൾക്കാരൊക്കെ വീഡിയോ ആയിരിക്കും കൊണ്ടുപോകുന്ന തെളിവും കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, നമുക്കതല്ലല്ലോ ഇപ്പോഴത്തെ മെയിൻ വിഷയം. ചേച്ചിയുടെ തള്ളിനൊരു കുറവില്ല ഗൈസ്, തള്ളിനൊരു കുറവില്ല. ഇപ്പോൾ ഒരു മാസമായിട്ട് ഞാനത്ര സ്പീഡിൽ സംസാരിക്കുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഹെൽത്ത് ഇച്ചിരി വിഷയങ്ങളൊക്കെയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഓവറായിട്ട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഇതൊക്കെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ചേച്ചിനെ ഒന്ന് വധിച്ചു വിടാമായിരുന്നു. പറ ചേച്ചി, രേണു ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷനെ കുറിച്ചാണ് തോന്നുന്നത്. വെക്കട്ടെ. സബ്സ്ക്രിപ്ഷനകത്ത കാര്യം പറയുന്നത്, ഒരു പെൺകുട്ടി മെസ്സേജ് കഥയാണ് ചേച്ചി പറയുന്നത്. പറ കേക്കട്ടെ. പെൺകുട്ടിയാണോ രേണുസുതിയുടെ കണ്ടിട്ട് ഇഷ്ടമെന്ന് പറഞ്ഞേ? അത്രയും ദാരിദ്ര്യം പിടിച്ച പെണ്ണുങ്ങളുടെ കൂട്ടത്തിലെ ആൾക്കാരൊക്കെ ഉണ്ടോ ഈശ്വര? ആരായിരിക്കും അത്? മറ്റേതാന്ന് കരുതി കാണും. രേണുസുതി വിചാരിച്ച കാണും മറ്റേ ടൈപ്പ് ആണെന്ന്. പറ കേക്കട്ടെ. ഒരുപാട് ഇഷ്ടമാണ്. അറിയില്ല ചേച്ചി, അങ്ങനെ നമ്മൾ പെരുമാറിയിട്ടില്ല. അപ്പം എനിക്കറിയില്ല, എന്നോട് അങ്ങനെ പെരുമാറിയിട്ടൊന്നുമില്ല. മറ്റേ ടൈപ്പ് ലെസ്ബിയൻ ആണെങ്കിലും നിന്നോട് ആരെങ്കിലും വരുകൂടെ? അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുക. അത്രയും ദാരിദ്ര്യം പിടിച്ചവരൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടോ? സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവരുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചേച്ചി നോക്കുന്നുണ്ടോ ലെസ്ബിയൻ? ചോദിച്ചവനാള് കൊള്ളാലോ ഈശ്വര. ചേച്ചി നോക്കുന്നുണ്ടോ? അത് നോക്കുന്നെങ്കിൽ ഞാൻ നോക്കുമെന്ന്. ഇതിപ്പോ എന്തു അറിയണോ ഈ പറയുന്നേ? ഇതൊക്കെ സുധിച്ചേട്ടൻ അറിഞ്ഞാലുള്ള കുഴപ്പമേ. എന്നും സ്വപ്നത്തിൽ വന്ന് സുധിച്ചേട്ടൻ സംസാരിക്കാറൊക്കെ ഉണ്ടെന്നാണ് രേണു സുധി പറയുന്നത്. സുധിച്ചേട്ടൻ അറിഞ്ഞാൽ വെറുതെ വിടത്തില്ല രേണുവേ. ഓക്കെ, ഇഷ്ടം പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ടല്ലോ കല്യാണമായിട്ട്. ലെസ്ബിയന്റെ കൂട്ടത്തിലോ? ദൈവമേ, ദാരിദ്ര്യം. കൂടെ അഭിനയിച്ചിട്ട് അറിയില്ല ജീവിതം പാഴായെന്നതിൽ പറഞ്ഞിട്ടുണ്ടോ? എന്നോട് ഇന്നലെ പറഞ്ഞിട്ടൊന്നുമില്ല. വളരെ സ്നേഹത്തോടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് മാറുന്നത് എന്റെ ജീവിതം കൊഞ്ഞട്ടയാന്ന് പറഞ്ഞിട്ടുള്ളത് എനിക്കറിയില്ല. എന്നാലും എന്നോട് വളരെ സ്നേഹത്തോടാണ് സംസാരിക്കുന്നത് എല്ലാവരും. കടലിന് പോലും വേണ്ട. അടുത്ത ഇന്നത്തെ ലൊക്കേഷനാണ്. ചേച്ചി രാവിലെ തൊട്ട് ഇപ്പോൾ 3-4 ഡ്രസ്സൊക്കെ മാറി ചേച്ചി അങ്ങ് തകർത്തുകൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ തൊട്ട് ചേച്ചിയായിരുന്നു റീല് മൊത്തം. രാവിലെ മൊത്തം ചേച്ചിയായിരുന്നു സോഷ്യൽ മീഡിയയിൽ. പക്ഷേ മറ്റേ സ്വർണ്ണക്കടത്തിൻ്റെ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ചർച്ചയാവുന്നില്ല. ഇതൊന്നും ചോദിച്ചിട്ടില്ല. സൈലൻസ്, ഭയങ്കര സൈലൻസ് ആയിട്ട് നിൽക്കുകയാണ്.
സൈലൻസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതുകൊണ്ട് കേസ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇത്രയും വലിയ വിഷയങ്ങൾ വോയിസും ഒക്കെ കിട്ടിയിട്ട് എന്തുകൊണ്ട് ഈ ഷഫീനെ ഒന്നും കൊണ്ട് കേസ് കൊടുക്കുന്നില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, റൗണ്ട് അടുത്ത രംഗങ്ങൾ കണ്ടിട്ട് വരാം. കംഫർട്ടബിൾ അല്ലെങ്കിൽ ഈ ഒരു ഇയാൾ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ഇയാൾ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ഡയറക്ടറാണെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇടി വെട്ടി. ഒരു മിനിറ്റ് ഗൈസ്, നമുക്ക് എന്താ പറയണ്ട, ഒരു മിനിറ്റ് ബ്രേക്ക് എടുക്കാം. അയ്യോ, ഒന്ന് ബ്രേക്ക് എടുക്കാൻ പോയതാ, അല്ലെങ്കിൽ ഇനി ഷൂട്ട് കഴിയുമ്പോഴത്തേക്ക് പലതൊക്കെ അടിച്ചു പോകും. ഓക്കെ, ഡയറക്ടർ അടിപൊളിയാന്ന് പറഞ്ഞപ്പോഴേ ഇത്രയും വലിയ ഇടിയും കാര്യങ്ങളൊക്കെ. എന്തായാലും നമുക്ക് ഈ ഒരു പുള്ളി എടുത്തിരിക്കുന്ന വർക്ക് എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കണം. ഈ ഒരു വീഡിയോ ഞാൻ സാധാരണ ഇവർ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, ഒരു ആൽബമോ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ എന്തെങ്കിലും സീനോ പിന്നെ എന്തെങ്കിലും മിന്നായം പോലെ കട്ട് ഇയാളുടെ വർക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. ഇയാൾ അത്യാവശ്യം ഒരു മാന്യനാണെന്നുള്ള രീതിയിലാണ് ചേച്ചി സംസാരിക്കുന്ന. എല്ലാ സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം നേരത്തെ തന്നെ തന്നിട്ടുണ്ട്, ഞാൻ അത് പഠിച്ചിട്ടാണ് വന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ പുള്ളിയുടെ വർക്ക് എങ്ങനെ ഉണ്ടെന്ന് കണ്ടു നോക്കണം. എന്തായാലും എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് നോക്കാം, ഒരു മാസത്തിനുള്ളിൽ ഇറങ്ങുമായിരിക്കും. നിങ്ങളുടെ ഏരിയ വലിയ ഇടി വെട്ടുന്നുണ്ടോ? ഇത് ആലപ്പുഴ ഹരിപ്പാടാണ് സ്ഥലം. ഇവിടെ നല്ല മഴ. ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ വിളിച്ചായിരുന്നു. അവളും എറണാകുളത്ത് ഒരു 2-2.5 മണിക്കൂർ മുമ്പ് അവിടെ ഭയങ്കര മഴയാന്ന് പറയും. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ സമയത്തൊക്കെ ഇത്രയും ഇടിയൊക്കെ വെട്ടി മഴ പെയ്യുമെന്ന്. ഞാൻ ശരിക്കും പേടിച്ചിരിക്കുക. ഇടിയുടെ കാര്യത്തിൽ നമ്മൾ പേടിക്കണം ഗൈസ്, കൊല്ലിയൻ ഇടി. വിട്, നമുക്ക് രേണുവിൻ്റെ കാര്യത്തിലോട്ട് പോകാം. ഇവിടെ കൈ ഹോൾഡ് ചെയ്യാം. ഇവിടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നീ കയറുന്നില്ലേ? ഞാൻ മാത്രം കയറുന്നില്ല. എത്ര നാളായി ഞാൻ മാസിൽ കൊണ്ടുവരണം? എന്തോന്നാണ് ഇതൊക്കെ? എടാ നീയൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നടാ കൂടെ നിന്നിട്ട്? എന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്റെ മനസ്സിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ പറയാം. അപ്പോൾ പ്രശ്നം നടക്കണം. അത് കഴിഞ്ഞിട്ട് ഓക്കെ. എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതൊരു വീഡിയോ എടുത്ത് ഞാൻ ഒന്നും എടുത്തില്ല. ഞാൻ എപ്പോഴും എടുക്കത്തില്ല കേട്ടോ. ചേച്ചി ഒന്നും എടുത്തില്ല. ഞാൻ രാത്രി എനിക്ക് എന്തെല്ലാം എടുക്കില്ല. ചേട്ടാ വീഡിയോ എടുക്കാനേ വിട്ടയില്ല. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. അതന്നെയാ സോറി. രണ്ട് മിനിറ്റ് വേണോ അത്? ഇല്ലല്ലേ? അപ്പൊ ഇല്ലല്ലേ? റെഡി? എവിടെ ക്യാമറ നോക്കണ്ട. ഓക്കെ, അപ്പം ഇത്രയും വിഷയങ്ങൾ ഇവിടെ ചർച്ച ആയിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളി കൂളായിട്ട് നടക്കുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ പറയുന്ന കമൻറ്റിൽ ഇടുന്നതെന്ന് വെച്ചാൽ അത്രയ്ക്ക് പവറാണ് ഈ പറയുന്ന രംഗം സൂചിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടില്ല അത്ര പവറും കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്കൊന്നേ പറയാനുള്ളത്, ഇതുപോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് മൂവ് ചെയ്യാൻ നോക്കുക, പോലീസുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുക. അല്ലാതെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയണം, കാണിക്കണം, അത് വേറെ കാര്യം. അതിൻ്റെ കൂടെ കേസും കൂടെ കൊടുത്താൽ നല്ലതായിരിക്കും. പക്ഷെ ഇവരാരും അത് ചെയ്യുന്നില്ല, അതാണ്. പിന്നെ അതുപോലെ തന്നെ ഷഫീനയുടെ വീഡിയോക്കകത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതല്ല ഇവിടുത്തെ മാറ്റർ. അവിടെ ഈ എന്താ പറയണ്ടേ, ഇവർക്ക് മറ്റേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പെണ്ണുങ്ങളെ, അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതാണ് മെയിനായിട്ടുള്ള രീതി. ഒരിക്കലുമല്ല. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ, കള്ളക്കടത്ത് അതൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം. ഏതാണ് കസ്റ്റമേഴ്സ് ഓഫീസ്? ആ വീഡിയോക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അവരെ കാണിക്കണം, അവരെല്ലാം പോലീസിനെ കാണിക്കണം, ഇത് പുറത്തു കൊണ്ടുവരണം ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഗൈസ്.